നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ദിവസമായി എയർ ഇന്ത്യ എക്സ്പ്രസ് വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഒറ്റയടിക്ക് 170-ലധികം വിമാന സർവീസുകളാണ് റദ്ദാക്കി യാത്രക്കാരെ വലച്ചത്. എയർ ഇന്ത്യ എക്സ്പ്രസിലെ ക്യൂ അംഗങ്ങൾ കൂട്ടത്തോടെ അവധിയെടുത്തതാണ് പ്രതിസന്ധിക്ക് കാരണമായത്. ഇവരെ പിരിച്ചുവിടാനായിരുന്നു കമ്പനിയുടെ തീരുമാനം. എന്നാൽ ഇപ്പോൾ ഈ യാത്രാ പ്രതിസന്ധിക്കും കാരണമായ എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരത്തിന് ഒടുവിൽ അവസാനമായിരിക്കുകയാണ്. പിരിച്ചുവിട്ട ജീവനക്കാരെ തിരിച്ചെടുക്കണമെന്ന മാനേജ്മെന്റ് തീരുമാനം ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ്. സമരത്തിൽ പങ്കെടുത്ത് 300ഓളം ക്യൂ അംഗങ്ങൾ വൈകാതെ തന്നെ ഡ്യൂട്ടിക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ പിരിച്ചുവിട്ട 25 ക്യാബിൻ ക്രൂ അംഗങ്ങളാണ് തിരിച്ചെടുക്കുമെന്ന് കാട്ടി എയർലൈൻ മാനേജ്മെന്റ് കത്തയച്ചത്. ഇന്ന് ലേബർ കമ്മീഷണറുടെ ഓഫീസിൽ നടന്ന അനുരഞ്ജന നടപടികളിൽ എയർലൈൻ മാനേജ്മെന്റിനെയും എയർ ഇന്ത്യ എക്സ്പ്രസ് എംപ്ലോയീസ് യൂണിയനെയും പ്രതിനിധികളാണ് പങ്കെടുത്തത്. കൂടാതെ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിശോധിക്കണമെന്ന ഉറപ്പും മാനേജ്മെന്റ് നൽകിയിട്ടുണ്ട്. മുൻകൂട്ടി അറിയിക്കാതെ ജോലിയിൽ നിന്ന് വിട്ടുനിന്നത് അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ജീവനക്കാരെ എയർ ഇന്ത്യ എക്സ്പ്രസ് മാനേജ്മെന്റ് പുറത്താക്കിയത്. എന്നാൽ ഇതിനു പിന്നാലെ പ്രതിഷേധം കൂടുതൽ ശക്തമായിരുന്നു. കഴിഞ്ഞ ദിവസം ആരംഭിച്ച സമരത്തിന്റെ ഭാഗമായി 100 കണക്കിന് സർവീസുകൾ റദ്ദാക്കിയതോടെ വലിയ തിരിച്ചടിയാണ് യാത്രക്കാർക്കുണ്ടായത്. പലരും മണിക്കൂറുകളോളം എയർപോർട്ടിൽ കുടുങ്ങുകയും വിദേശത്തെ ജോലി സ്ഥലത്ത് ഉൾപ്പെടെ കൃത്യസമയത്ത് എത്താനാവാതെ വരികയും ഒക്കെ ചെയ്തുവെന്നും വ്യക്തമായിരുന്നു. മെയ് 7 രാത്രി മുതലാണ് മുൻകൂട്ടി അറിയിക്കാത്ത ജീവനക്കാർ ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ തുടങ്ങിയത്. മുൻകൂട്ടി നോട്ടീസ് നൽകാതെ മെഡിക്കൽ ലീവ് എടുത്തിരുന്നുവെന്നും ജീവനക്കാരുടെ പ്രതിഷേധം. ടാറ്റ ഗ്രൂപ്പിന് കീഴിലുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിലെ പരീക്ഷണ നടപടികളുമായി ബന്ധപ്പെട്ടായിരുന്നു പണിമുടക്ക് നടന്നത്. എന്നാൽ ജീവനക്കാർ കൂട്ടത്തോടെ അവധി എടുത്തതിന് പിന്നാലെ 100 കണക്കിന് സർവീസുകളാണ് എയർലൈൻ റദ്ദാക്കേണ്ടി വന്നത്. ഇതുകൂടാതെ 2 ദിവസത്തിനുള്ള ഏകദേശം 15,000-ഓളം യാത്രക്കാരെ തീരുമാനം ബാധിക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് 25 ജീവനക്കാരെ ഇന്നലെ അർദ്ധരാത്രിയോടെ എയർ ഇന്ത്യ എക്സ്പ്രസ് പുറത്താക്കിയത്. പുതിയ തൊഴിൽ നിബന്ധനകളും നഷ്ടപരിഹാര പാക്കേജിലെ പരിഷ്കരണങ്ങളുമാണ് പ്രതിസന്ധിക്ക് കാരണമായതെന്നും വിഷയവുമായി അടുത്ത ബന്ധമുള്ള ചില വൃത്തങ്ങൾ പറയുന്നു. ജീവനക്കാരോടുള്ള പെരുമാറ്റത്തിൽ തുല്യരല്ലായിരുന്നുവെന്നും ക്യൂ അംഗങ്ങൾ ആരോപിച്ചിരുന്നു. ഇതോടെ അവരെ സമരത്തിന് പ്രേരിപ്പിച്ചതാണെന്നും വിവരം.